ഹായ് ഡിയർ, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വരുണുമായിട്ടുള്ള കല്യാണം മനോജ് ഉറപ്പിക്കുകയാട്ടോ ചെയ്യുന്നത്. പക്ഷേ അച്ഛനാണെങ്കിൽ അത് എതിർപ്പ് പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും തന്നെ മനോജ് വകവയ്ക്കുന്നില്ല. കുറേ നാളായി ഇവർ ഇങ്ങനെ ക്ഷമിക്കുന്നു, ഇനി അത് പറഞ്ഞാൽ പറ്റില്ല, ഇത് ഉറപ്പിച്ചു, ഞാനാണ് ഉറപ്പിച്ചത്, എത്രയും പെട്ടെന്ന് തന്നെ കൺമണി വന്ന ഉടനെ തന്നെ വരുണുമായിട്ടുള്ള കല്യാണം ഉറപ്പിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ഗോകുലിനും അച്ഛനും അല്ലാതെ മറ്റെല്ലാവർക്കും തന്നെ അവിടെ എതിർപ്പൊന്നുമില്ല. അതിനുശേഷം തന്നെ വരുണീൻ്റെ അച്ഛനോട് പറയുന്നുണ്ട്, ഞാൻ ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ വരുണീൻ്റെ അച്ഛൻ എന്തായാലും കൺമണി വന്നത് നിങ്ങൾ എന്നെ അറിയിക്കണം, അങ്ങനെ ബാങ്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ആധാരം എടുക്കാനുള്ള എല്ലാ നടപടികളും ഞാൻ ചെയ്തു തരാമെന്ന് പറയുന്നു. എന്നാൽ ശരി, പറഞ്ഞതുപോലെ നമുക്കത് ഉറപ്പിക്കാമെന്ന് പറഞ്ഞ് പോകുന്നു കേട്ടോ. അങ്ങനെ തന്നെ വീണ്ടും അച്ഛൻ പറയുന്നതിന് വേണം മോനെ, അവളുടെ അവസ്ഥയൊന്നും ആലോചിക്കേണ്ടതെന്ന് പറയുന്നു. ഒന്നും ഇനി ആലോചിക്കാനില്ല അച്ഛാ, എത്രയും പെട്ടെന്ന് അവളുടെ വിവാഹം കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് പോവുക കേട്ടോ. അമ്മായിമാർക്ക് സന്തോഷമായിട്ടുണ്ട്. മറ്റൊന്നല്ല, ആ ആധാരം തിരിച്ചെടുത്ത് തരാമെന്ന് പറഞ്ഞല്ലോ, പിന്നെ എന്തിനാ പിന്നെ കൂടുതൽ സംശയം? അതാണല്ലോ വേണ്ടത് എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ പിന്നെ എല്ലാവർക്കും സമ്മതമാവണം. അതിനുശേഷം സുമിത്രയും ബാലുവിനെയും അതുപോലെ ലാലിയെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ബാലു കുറച്ചൊക്കെ സംസാരിക്കാൻ തുടങ്ങിയതോടുകൂടി തന്നെ എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഇനി എന്താണ് സുമിത്രയെ നമ്മൾ ചെയ്യുക? ആ കൺമണിയെ കൊല്ലാൻ പറ്റിയില്ലല്ലോ, അവൾ രക്ഷപ്പെട്ടില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അവൾ രക്ഷപ്പെട്ടു ബാലു, പക്ഷേ അവളെ എല്ലാവരും നമുക്ക് വകവരുത്തണം. ഇനി ബലരാമൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. കൃഷിൻ്റെ കുടുംബത്തെ അവസാനിപ്പിക്കണം. ഇനി അതിന് സാധിക്കുമോ എന്നൊക്കെ പറയുമ്പോഴത്തേനും ബലരാമനെ രക്ഷിക്കാൻ നമ്മൾ രണ്ടുപേരും കൂടി മുന്നിട്ടിറങ്ങാൻ പോവുകയാണ്. അവനെ ഇനിയും ആ തളർന്ന മട്ടിൽ നിന്ന് അവനെ ഉയർത്തണം. പഴയ ആ ഊർജ്ജത്തോടു കൂടി അവൻ എല്ലാവരും വകവരുത്തണം എന്ന് പറയുന്നു. അതിന് വേണ്ടിയിട്ട് തന്നെ ഭാഗ്യലക്ഷ്മിയെ തന്നെ നമുക്ക് കൂട്ടുപിടിക്കണം. അവളാണ് ബലരാമന് വേണ്ടി വാദിക്കാൻ പോകുന്ന വക്കീൽ. പക്ഷെ അവൾ സമ്മതിക്കുമോ എന്ന് പറയുമ്പോൾ തീർച്ചയായും അവളെക്കൊണ്ട് സമ്മതിപ്പിക്കാൻ, അവളുടെ മനസ്സ് തണുപ്പിക്കാനുള്ളതൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ സുമിത്ര. പിന്നെ ലാലി, നീ ഒരു കാര്യം ചെയ്യണം, സാഗറിൻ്റെ വീട് വരെ ഒന്ന് പോകണം എന്നൊക്കെ പറയാം കേട്ടോ. സാഗറിൻ്റെ വീട് വരെ ഒന്ന് പോയാലാണ് കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. എന്താണ് ചോദിക്കുമ്പോൾ ഞാനത് പറയാം എന്ന് പറയാം. നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഇനി മുന്നോട്ട് പോകുന്നതെന്നൊക്കെ സുമിത്ര ബാലുവിനോടും ലാലിനോടൊക്കെ പറയുന്നുണ്ട്. പിന്നീട് കൺമണിയെ കാണിക്കുന്നത് കൊടും കാട്ടിൽ അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പം നേരം വെളുത്തിട്ടുണ്ട്. അപ്പോഴത്തേനും നല്ല അരുവിയും അതുപോലെ പുഴയൊക്കെ കാണുമ്പോഴത്തേനും കൺമണി മുഖമൊക്കെ കഴുകി ഫ്രഷ് ആവുന്നുണ്ട് കേട്ടോ. ആ സമയം തന്നെ കൃഷ് അവിടെ ഇരിക്കുന്നുണ്ട്. കാരണം ഫോൺ നെറ്റ് വർക്ക് ചെയ്യുന്നില്ല. അത് കാരണം എന്തൊക്കെ ഇനി ചെയ്യേണ്ടതെന്ന് അറിയില്ല. പുറത്ത് കിടക്കാൻ എന്താണ് മാർഗം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് കൺമണി വരുന്നത് കേട്ടോ. മുഖക്കഴുകി, സാർ ഇനി നമ്മൾ എന്താണ് ചെയ്യുക? കൺമണി, നമുക്ക് കുറച്ചും കൂടി നടന്നു നോക്കാം, എന്തെങ്കിലും ഉപായം കാണാനായിട്ട് പറ്റുമോ നോക്കാം. കൺമണിക്ക് പുഴ നീന്തി കിടക്കാനൊക്കെ അറിയുമോ ചോദിക്കുമ്പോൾ തീർച്ചയായും എനിക്ക് അറിയാം സർ, ഈ പുഴയുടെ അപ്പുറത്ത് പോകണം നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് എത്താൻ എന്നൊക്കെ പറയുമ്പോൾ സാറിന് കഴിയില്ലേ? എനിക്കാണെങ്കിൽ സ്വിമ്മിംഗ് പൂളിൽ നീന്തിയിട്ടുള്ള പരിചയമുള്ളൂ കൺമണി, എനിക്ക് പുഴയിൽ അങ്ങനെ അറിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് നോക്കട്ടെ, നല്ല അടിയൊഴുക്കുണ്ടെന്ന് തോന്നുന്നു സർ, ഇങ്ങനെ ഇറങ്ങിയാലും പ്രശ്നമാണെന്ന് പറയുന്നു. അതിനുശേഷം പിന്നെയും വരുണിനെയും അച്ഛനെയും കാണിക്കുന്നു. നമ്മൾ വിചാരിച്ച പോലെയൊക്കെ നടക്കാൻ പോകുകയാണ് മോനെ. കാരണം കൺമണി വന്നാലുടനെ തന്നെ കല്യാണം, അത് ഞാൻ ഉറപ്പിച്ചിട്ടാണ് ഇപ്പോൾ പോകുന്നത്. എപ്പോഴും പറയുന്നത് പോലെയൊന്നല്ല കാര്യം, ഇത് ഉറപ്പിച്ച് തന്നെയാണ്. അപ്പോൾ വരുണിന് സന്തോഷമാവുന്നുണ്ട്. എന്തായാലും നീ എന്ത് പൊട്ടത്തരാണ് ഈ കാണിക്കുന്നത്? എത്ര പൈസ അവർക്ക് വേണ്ടി ചിലവാക്കുന്നത്? അപ്പോൾ 10-15 ലക്ഷം കൂടി ചിലവാക്കാനായിട്ട് പോകുന്നു. ഇതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടിട്ട് പോയില്ലടാ മോനെ എന്ന് പറയുമ്പോൾ എങ്ങനെ പോകാനാണ് വെച്ചാൽ ആ ആധാരം നമ്മൾ തിരിച്ചെടുക്കുമ്പോൾ ആ വീടും സ്ഥലം നമ്മുടെ പേരിൽ എഴുതി തരാൻ ഞാൻ പറയും. അങ്ങനെ ആകുമ്പോൾ അത് എഴുതി തരും. പിന്നെ എന്താണ് നമുക്ക് നഷ്ടപ്പെടാനായിട്ട് പോകുന്നത്? ആ ഗതികെട്ട അവസ്ഥയിൽ നിൽക്കുമ്പോൾ അവരതും ചെയ്യും. മനോജേട്ടനോടല്ല, അവരുടെ അച്ഛനോട് വേണം പറയാനായിട്ട്. അങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ എന്ന് പറയുന്നു. ഇതൊക്കെ നടക്കും. ആ കൺമണിയെ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുത്തു. പക്ഷേ അവളെൻ്റെ കയ്യിൽ കിട്ടിക്കോട്ടെ. കാരണം അവളുടെ സാർ അതിന് എണ്ണി പറഞ്ഞ് ഞാൻ അവളെ കൊണ്ട് പ്രതികാരം തീട്ടിക്കും. മാത്രമല്ല അവളെ ഭ്രാന്തിയെ പോലെ ആക്കും എന്നൊക്കെ പറയും. 4 ചുമരിനുള്ളിൽ അടച്ചിടും എന്നൊക്കെ പറയുന്നുണ്ട്. അവളോട് എനിക്ക് തീരാത്ത പകയുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ഇതൊക്കെ നടന്നാൽ മതിയായിരുന്നു, നിന്നെ തല്ലി ശരിയാക്കിയവളാണ് അവൾ. അപ്പം പിന്നെ നീ വിചാരിക്കുന്ന പോലെ ഒരാളൊന്നുമല്ല. അതൊക്കെ അച്ഛന് തോന്നുന്നു. അതൊക്കെ ആ സമയത്ത് പറ്റിപ്പോയി, ഇനി അങ്ങനെ സംഭവിക്കില്ല. അച്ഛാ, അവർ തന്നെയാണ് വിഡ്ഢികളാവാൻ പോകുന്നത്, ഞാനെന്നല്ല.
101 പവനും 10 ലക്ഷം രൂപയൊക്കെ അവർക്ക് ഫ്രീ ആയി കിട്ടിയെന്ന് വിചാരിച്ചിരിക്കുന്നത്. അതിനോട് മുതലും പലിശയും ചേർത്ത് സ്ഥലം എഴുതി വാങ്ങിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ പിന്നീടാണ് കാണിക്കുന്നത് കൺമണിയും കൃഷ്ണയും അങ്ങനെ തിരഞ്ഞു നടക്കുന്ന സമയത്ത് തന്നെ പുഴയിൽ നിന്ന് അപ്പുറത്ത് കടക്കാൻ എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ എന്ന് അന്വേഷിക്കണം. അപ്പോഴത്തേനും അവിടെ ഒരു ചങ്ങാടം കാണുന്നുണ്ട് കേട്ടോ. കൺമണി നമ്മൾ രക്ഷപ്പെടുന്ന തോന്നുന്നത്, കാരണം ഈ ചങ്ങാടത്തിൽ നിന്ന് നമുക്ക് അപ്പുറത്തേക്ക് കടക്കാൻ സാധിക്കും. ഒരു മിനിറ്റ് കൺമണി, ഞാൻ ആ ചങ്ങാടത്തെ കരയ്ക്ക് അടുപ്പിക്കാം, നമുക്ക് എന്നിട്ട് അതിൽ കയറിയിട്ട് രക്ഷപ്പെടാമെന്ന് പറയുന്നു. അങ്ങനെ ചങ്ങാടത്തിൽ കയറാൻ ശ്രമിക്കും. അതായത് അത് കരയ്ക്ക് അടുപ്പിക്കാനായിട്ട് കൃഷ്ണനാണെങ്കിൽ അത് അടുപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല. കൃഷ്ണ പറഞ്ഞല്ലോ ആദ്യം തന്നെ സ്വിമ്മിംഗ് പൂളിൽ നീന്തിയിട്ടോ ഒക്കെ ഉള്ള പരിചയമുള്ളൂ, പുഴയിൽ എനിക്കറിയില്ല, അടിയൊഴുക്ക് കൂടുതലുമാണ്. അപ്പോഴത്തേനും കൃഷ്ണ ആണെങ്കിൽ അവിടെ മുങ്ങി താഴാനായിട്ട് പോകുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ കൺമണിക്ക് ഫസ്റ്റൊന്നും മനസ്സിലായില്ല, കൃഷ്ണ വെറുതെ തമാശ കളിക്കുകയാണെന്ന് വിചാരിക്കുന്നു. പക്ഷേ പിന്നീടാണ് മനസ്സിലായി കൃഷ്ണന് അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കുന്നില്ല, വെള്ളത്തിൽ മുങ്ങി കിടക്കുകയാണെന്നുള്ളത്. അങ്ങനെ കൺമണി ചാടി കൃഷ്ണനെ രക്ഷിക്കാനായിട്ട് നോക്കുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ തന്നെ കൃഷ്ണനെ വലിച്ചുകൊണ്ട് പുഴയുടെ അടുത്ത് കരയ്ക്ക് അടുപ്പിക്കുക കേട്ടോ ചെയ്യുന്നത്. സർ എന്ന് പറഞ്ഞിട്ട് ശ്വാസമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. സർ എണീക്ക് സർ, എന്താ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് പേടിയാവുന്നുണ്ട് കൺമണിക്ക്, എന്താ സംഭവിക്കുന്നത് എന്നുള്ളതറിയില്ല. പെട്ടെന്ന് തന്നെ അങ്ങനെ കൺമണിയുടെ ശ്വാസമൊക്കെ കൊടുക്കുന്ന സമയത്ത് തന്നെ ക്രഷ് അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു കേട്ടോ. അയ്യോ പേടിപ്പിച്ച് കളഞ്ഞുള്ളൂ സർ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കെട്ടിപ്പിടിക്കുകയാണ്. കാരണം ഒരുപാട് സ്നേഹത്തോടു കൂടിയാണ് കൺമണി കൃഷിനെ കാണുന്നത് തിരിച്ചും. അതുകൊണ്ട് തന്നെ ആ സ്നേഹത്തിൻ്റെ ഒരു നല്ലൊരു കാര്യമായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം കൺമണി കൃഷും കൂടി അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു. അതിനുശേഷം കൃഷി നേരെ തന്നെ കൺമണിയോട് ചോദിക്കുന്നുണ്ട്, കൺമണി എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. കുറേയൊക്കെ മനസ്സിലായതുകൊണ്ടുണ്ട് കൃഷിന് എന്താ പറയാൻ പോകുന്നതെന്നുള്ളത്. എന്നിട്ട് പറയുന്നുണ്ട്, കൺമണി ഞാൻ നിന്നെ ഈ കാടും അതുപോലെ മലയും പുഴയും ഒക്കെ സാക്ഷി നിർത്തി നിന്നോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ സർ എന്ന് പറയുമ്പോൾ, ഞാൻ നിന്നെ വിവാഹം കഴിച്ചോട്ടെ കൺമണി എന്ന് പറയുമ്പോഴത്തേന് കൺമണി ആദ്യം ഷോക്ക് അടിക്കുന്ന പോലെ ആവുന്നുണ്ട്. പക്ഷേ കൺമണിക്ക് അറിയാം കൃഷി ഇതാണ് ചോദിക്കാൻ വരുന്നതെന്ന് നല്ല പോലെ അറിയാം. നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് ഒരുപാട്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ കൺമണി, നിന്നെ വിവാഹം കഴിക്കട്ടെ എന്ന് ചോദിക്കട്ടോ ചെയ്യുന്നത്. അപ്പോൾ തന്നെ കൺമണി പറയുന്നുണ്ട് എനിക്കും സാറിനെ ഇഷ്ടമാണെന്ന് പറയുന്നത്. അപ്പോൾ കൃഷ്ണന് നല്ല സന്തോഷമാവുന്നുണ്ട്. പക്ഷേ എന്ന് പറയുമ്പോഴത്തേന് ഇനിയൊന്നും പറയണ്ട കൺമണി, നീ എന്താ പറയാൻ പോകുന്നത് എന്നുള്ളത് എനിക്ക് നല്ല പോലെ അറിയാം. മറ്റൊന്നുമല്ല, വീട്ടിൽക്കാർ അംഗീകരിക്കുമോ വരുണിൻ്റെയും മാനസയുടെ കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഇതൊന്നല്ല എനിക്കറിയേണ്ടത്. നിനക്കെന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാണോ എന്ന് മാത്രമാണെന്ന് പറയുമ്പോൾ തയ്യാറാണ് സർ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. ഇത് തുറന്ന് പറയാൻ കുറേ ആയിട്ട് അവർ രണ്ടുപേരും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സാഹചര്യം കൊണ്ട് എത്താൻ പറ്റുന്നില്ല. ഇപ്പോഴാണെങ്കിൽ എല്ലാം കൊണ്ടും സാഹചര്യം ഒത്തിണങ്ങി കിടക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം സ്നേഹിക്കുന്നു. അങ്ങനെ ആ കാട്ടിലൂടെ വളരെയധികം നല്ല എൻജോയ് ചെയ്തിട്ട് തന്നെ കൃഷും കൺമണിയും കൂടി നടക്കുകയാണ്. അങ്ങനെ ഒരു തേൻ എടുക്കുന്ന ഒരാൾ കാണുന്നുണ്ട്. അങ്ങനെ തേനൊക്കെ വാങ്ങിച്ചു കുടിക്കുന്നുണ്ട്, ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് എൻജോയ് ചെയ്ത് ആ കാട്ടിലൂടെ ഒരു സന്തോഷത്തോടു കൂടി നടക്കണം. അവിടെ നല്ലൊരു മൊമെൻറ്റുകളാണ് കാണാൻ പോകുന്നത്. അതിനുശേഷം പിന്നെ മഹി വിളിക്കുന്നുണ്ട് കേട്ടോ. മഹിയാണെങ്കിൽ ഇവർ രണ്ടുപേരും എവിടെയെന്നറിയാതെ ആകെ ടെൻഷൻ അടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പോലീസുകാരാണെങ്കിൽ പറയുന്നുണ്ട് അവരെന്തെങ്കിലും വന്യമൃഗങ്ങൾ കടിച്ചു തിന്നിട്ടുണ്ടാവുന്നു. പക്ഷേ മഹിയാണ് അതൊന്നും വിശ്വസിക്കാതെ തന്നെ അവരെ തിരഞ്ഞുകൊണ്ട് കിടക്കണം. ആ സമയത്ത് തന്നെയാണ് കൃഷിൻ്റെ ഫോണിൽ റേഞ്ച് വരുന്നതും. മഹി വിളിക്കുമ്പോഴത്തേനും കൃഷിനെ കിട്ടുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ മോനെ മഹി നീ എവിടെയാടാ, ഞാൻ നിന്നെ കാത്ത് ഇവിടെ നിൽക്കുന്നുണ്ടാ, നിങ്ങൾ എവിടെയാണ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് സ്ഥലം അറിയില്ല എവിടെയാണെന്നുള്ളതെന്നൊക്കെ പറയും. നീ ഒരു കാര്യം ചെയ്യും, അവിടുത്തെ ലൊക്കേഷൻ ഒന്ന് അയച്ചു തരുമോ എന്ന് പറയുന്നു. അങ്ങനെ മഹിക്ക് നല്ല സന്തോഷമാണ്, ഇപ്പോൾ അയച്ചു തരണമെന്ന് പറയുന്നത്. അവരെ കണ്ടു കിട്ടിയല്ലോ, അതിൽ വലിയ സന്തോഷം മഹിക്കില്ല. അതിനുശേഷം തന്നെ വീണ്ടും കാണിക്കുന്നത് അവരെ കണ്ടു കിട്ടി സർ, നമുക്ക് ഇനി അവിടെ പോവാം, ഈ സ്ഥലം ഞങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് മഹിയെ കൂട്ടിക്കൊണ്ട് പോകുന്നു. പിന്നെയും സുമിത്രയും അതുപോലെ സുജാതയും അതുപോലെ തന്നെ സാഗറിനെയും കാണിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ആകെ ഡിപ്രഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ് മകനെ കാണാത്തതിൽ. അങ്ങനെ ചേച്ചിയും വരുന്നുണ്ട്. എന്താ സുജു, എന്താ മോനെ, നീ അനിയും കൂട്ടാ, നീ വന്ന് ഭക്ഷണം കഴിക്കടാ, എത്ര നേരമായി. ചേച്ചിയമ്മ അവനെ കാണാത്തതുകൊണ്ടുള്ള ടെൻഷൻ, അവൻ വന്നോളൂ, അവനൊരു കുഴപ്പമില്ല, നിങ്ങൾ കഴിച്ചെന്ന് പറയുന്നു. പക്ഷെ അവരുടെ മനസ്സാകെ പിടിവിട്ട് പോയിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷ്ണനെ കാണാത്തതിനാൽ ഒരു വിവരം അറിയാൻ പറ്റുന്നില്ലല്ലോ, ഫോണും ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നല്ലൊരു എപ്പിസോഡ് വിശേഷങ്ങളൊക്കെ കഴിയുന്നത്.